കൊൽക്കത്ത കൊലപാതകത്തിൽ എഫ്ഐആർ വൈകിപ്പിച്ച നടപടിയിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. കൊലപാതകം നടന്നിട്ടും പരാതി നൽകാത്ത പ്രിൻസിപ്പൽ ആരെയാണ് സംരക്ഷിക്കുന്നതെന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഡോക്ടർമാരുടെ സംരക്ഷണം സംസ്ഥാനങ്ങൾ ഉറപ്പാക്കണമെന്നും സമരം നടത്തുന്നവർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് നിർദ്ദേശം നൽകി. സുപ്രീം കോടതിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് സമരം നിർത്തി എയിംസിലെ ഡോക്ടർമാർ ജോലിയിൽ തിരികെ കയറി. സിബി ചേരുന്നു ദില്ലിയിൽ നിന്ന്. ഷമ്മി, അതിക്രൂരമായ കൊലപാതകത്തിന് ശേഷം ബംഗാൾ സർക്കാരും കൊൽക്കത്ത പോലീസും അതോടൊപ്പം തന്നെ ഈ സർക്കാർ മെഡിക്കൽ കോളേജും സ്വീകരിച്ച നടപടികളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതി ഇന്നും രൂക്ഷമായ രീതിയിൽ വിമർശിച്ചത്. പ്രത്യേകിച്ച് ഈ ഒരു വനിതാ ഡോക്ടർ പുലർച്ചെയാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം അന്ന് പോസ്റ്റ്മോർട്ടത്തിനും അതോടൊപ്പം തന്നെ സംസ്കാരത്തിനും ശേഷം വളരെ വൈകി രാത്രി 11:45 ഈ കേസിലൊരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യുന്നത്. അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇതുവരെ കാത്തിരുന്നത്, അല്ലെങ്കിൽ ആ ഇരയുടെ പിതാവിൻ്റെ പരാതി ലഭിക്കുന്നവരെ കാത്തിരുന്നത് എന്നുള്ള ചോദ്യമായിരുന്നു ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രയുടെ അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചത്. മാത്രമല്ല ഈ സമയത്ത് ആ കോളേജിലെ പ്രിൻസിപ്പൽ എന്തെടുക്കുകയായിരുന്നെന്നും ആരെയാണ് പ്രിൻസിപ്പൽ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നും സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പോലീസിന് വീഴ്ച പറ്റിയില്ല എന്നുള്ളൊരു വാദമായിരുന്നു ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകനായ കപിൽ സിബൽ വാദിച്ചത്. അതോടൊപ്പം തന്നെ CBI കേസ് ഏറ്റെടുക്കുമ്പോൾ തന്നെ ഈ തെളിവുകൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു എന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം നടന്ന 14 മണിക്കൂർ ശേഷമാണ് ഈ ഒരു FIR രേഖപ്പെടുത്തിയത്. ഇത് തന്നെ വലിയ വീഴ്ചയായിട്ട് സുപ്രീം കോടതി മമതാ സർക്കാരിനെതിരെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയും ചെയ്തു. മറ്റൊന്ന്, ഇതിൽ തൻ്റെ 30 വർഷത്തെ ഈ ഒരു കാലയളവിൽ ഏറ്റവും മോശമായ രീതിയിലാണ് ഈ ഒരു കേസ് കൈകാര്യം ചെയ്യുന്നത്, തൻ്റെ ആദ്യ അനുഭവമാണെന്നും ജസ്റ്റിസ് പർദിവാല അടക്കം വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഈ ഡോക്ടർമാരുടെ സുരക്ഷയ്ക്കായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സെക്രട്ടറി, സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെയും DGPമാരുടെയും യോഗം വിളിച്ചേർക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. കൂടാതെ ഇനി ഡോക്ടർമാർ എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഈ ജോലിക്കായി കയറണമെന്നും സമരം അവസാനിപ്പിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ദില്ലി എയിംസ് അടക്കമുള്ള ഇടങ്ങളിൽ 13 ദിവസമായി തുടർച്ചയായി സമരം ചെയ്യുന്നത് ഒരു ലഘൂകരിച്ച് കാണാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി പറയുകയും ചെയ്തു. പക്ഷേ ഈ സമരം ചെയ്ത ഡോക്ടർമാർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കരുതെന്നും സുപ്രീം കോടതി ഉത്തരവിടുകയും ചെയ്തു. അതേസമയം തന്നെ ഈ ഒരു സുപ്രീം കോടതിയുടെ അഭ്യർത്ഥന തുടർന്ന് പിന്നീട് ദില്ലി എയിംസിലെ ഡോക്ടർമാരടക്കമെല്ലാം സമരം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഈ കേസ് സെപ്റ്റംബർ 5-ാം തീയതിയാണ് വീണ്ടും പരിഗണിക്കുന്നത്. ഷമ്മി.